ഇന്ന് നമ്മൾ പോകുന്നത് തിരൂരിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള നല്ലൊരു ബീച്ചിലേക്കാണ്. നല്ല തെങ്ങിൻ തോപ്പിന്റെ ഇടയിലൂടെ സുന്ദരമായ റോഡിലൂടെ കുറച്ചിങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ആ ബീച്ചിലെത്താൻ സാധിക്കും. അതെ, നമ്മളിന്നിപ്പോൾ എത്തിയിട്ടുള്ളത് തിരൂരുകാരുടെ സ്വന്തം ബീച്ചായ നമ്മുടെ ഉണ്ണിയാൽ ബീച്ചിലാണ് കേട്ടോ. നമ്മൾ തിരൂരുകാർക്ക് ഒരുപാട് ബീച്ച് ഉണ്ടെങ്കിലും നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല വൈബ് കിട്ടുന്ന ബീച്ച് അത് ഉണ്ണിയാൽ ബീച്ച് തന്നെ കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടൻ മിഠായി നിരത്തി വെച്ച പോലെ പല പല കളറിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഈ കട്ടകളാണ് കേട്ടോ. ഈ ബീച്ചിന്റെ തൊട്ടടുത്ത് കൂടെ ആയിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ബീച്ച് ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമാണ്. ഒരു കല്യാണത്തിന് പോയി വരുന്ന വഴിക്ക് നമ്മളിങ്ങനെ വെറുതെ ബീച്ചിൽ പോകാന്ന് വെച്ചിട്ട് ഈ വഴിക്ക് വന്ന കേട്ടോ. നമ്മളിവിടെ ഏകദേശം നട്ടുച്ച കഴിഞ്ഞൊരു 2:30 ആയപ്പോഴാണ് ഏകദേശം എത്തിയത്. ആ സമയത്ത് ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. പക്ഷേ വീക്കെൻഡിലും വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള ഒരു ബീച്ചാണ്. അതുപോലെ ഒരുപാട് കടകളുണ്ട് ഇതിന്റെ ചുറ്റുപാട്ടോ. നമുക്ക് നല്ലൊരു ചെരണ്ടൈസ് ഒക്കെ എടുത്തിട്ട് ആ തിര എണ്ണീറ്റ് ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുക. പിള്ളേർക്ക് ബബിൾസ് ഒക്കെ അങ്ങനെ ഒന്ന് വാങ്ങിക്കൊടുത്തിട്ട് അവിടെ കുറച്ചു നേരം നമുക്ക് സ്വറ പറഞ്ഞിങ്ങനെ ഇരിക്കാനുണ്ടല്ലോ. നട്ടുച്ചയാണ്, നല്ല വെയിലാണെങ്കിലും ആ കാറ്റും കൊണ്ട് അവിടെ ഇങ്ങനെ ആ ഒരു തെങ്ങിന്റെ തണലത്തിരിക്കാൻ അതൊരു രസം തന്നെയാണ്. പിന്നെ ബീച്ചിൽ കുട്ടികളൊക്കെ ചെരുമ്പോ അവരെ വൈക്കൊണ്ട് വിട്ടു കൊടുക്കണം. പക്ഷെ അയച്ചു വിടണമെന്നല്ല കേട്ടോ, നമ്മളെ കയ്യിൽ പിടുത്തം വേണം. അവരെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണം വിടാൻ. അവര് കുറച്ചു നേരം മണൽ വാരിയിട്ടും അതുപോലെ മണൽ ഉരുണ്ടിട്ടൊക്കെ കളിക്കട്ടെ എന്ന്, അതൊക്കെ വേണ്ടത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല കഫേസും അതുപോലെ കിഡ്സ് പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുട്ടികളെ കൂട്ടിയിട്ട് നമ്മളെ പാർക്കിൽ കുറച്ചു നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത്, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറാതെ അവരോടൊന്നും പോരൂലെന്ന് നമുക്കറിയാലോ. പിന്നെ അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ ഐസ്ക്രീം വണ്ടി ഇതാ മുന്നിൽ നിൽക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, അതും വേണം. അപ്പൊ നല്ലൊരു ഐസ്ക്രീം എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് കുറച്ചും കൂടി ആ കാറ്റൊക്കെ കൊണ്ട് പിന്നെ നേരെ വണ്ടിയിൽ കയറിയിട്ട് വണ്ടി എടുത്ത് ആ ബീച്ചിന്റെ സൈഡിലുള്ള റോഡിലൂടെ മുന്നോട്ട് ഇങ്ങനെ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ വേറെ വൈബ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഫ്രീ ടൈമിൽ നമ്മളെ ഉണ്ണിയാൽ ബീച്ച് ഒന്ന് വിസിറ്റ് ചെയ്തേക്ക്, എന്തായാലും നഷ്ടമാവില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്. അവിടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കിട്ടാം. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.